ഒലീഗ ക്രാഫ്റ്റ് വേൾഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ക്രേപ്പ് പേപ്പർ വെച്ചിട്ടാണ് ഫ്ലവർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഗ്രീൻ കളറും യെല്ലോ കളറും വെച്ചിട്ട്. അപ്പോൾ നടുക്ക് ആ പൂമ്പൊടി കൊടുത്തിട്ടാട്ടോ. ക്രേപ്പ് പേപ്പർ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഏത് കളറിൽ വേണമെങ്കിലും ഉണ്ടാക്കാം. നമുക്ക് ഈ ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്താണെന്ന് നോക്കാം കേട്ടോ. ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ള ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: ഒരു ഗമ്മ് വേണം, ഫെവിക്കോളിൻ്റെ. പിന്നെ ഈ പൂമ്പൊടി എന്ന് പറഞ്ഞല്ലോ, നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു പൂമ്പൊടി, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു കേട്ടോ. പിന്നെ ക്രേപ്പ് പേപ്പർ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ ഡബിൾ ഷെയ്ഡാണ്, 2 ഷെയ്ഡ്. ഒറ്റ കളറിൽ വേണമെങ്കിൽ ഉണ്ടാക്കാം. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഇതാണ്. ഞാൻ അതിൻ്റെ ഒരു ഞെട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്രീൻ കളറും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ത്രെഡ് കേട്ടോ, സാധാ ത്രെഡാണ്. പിന്നെ ഗ്രീൻ ടാപ്പ്, പിന്നെ ചെറിയ ചെറിയ 2-3 കമ്പി എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. നമുക്കിതിൻ്റെ തണ്ട് ഞെട്ട് കൊടുക്കാനായിട്ട് ആദ്യം ഈ ഗ്രീൻ കളറ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യാം. ഇതേപോലെ 2-3 മടക്ക് കൊടുക്കുക. ഒരു 4-5 മടക്ക് കൊടുത്തോളൂ കേട്ടോ. 3, 4, 5 മടക്ക് കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് സൈഡ് ഇങ്ങോട്ടായിട്ട് കണ്ടോ, ഇങ്ങനെ കട്ട് ചെയ്യാം. ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിൻ്റെ ഞെട്ട് കൊടുക്കാനാട്ടോ. ഇതൊന്നൊരു 4 എടുക്കാം, 4-5 എടുക്കാം. ഒരു കയറ്റിറക്കത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ മടക്കുന്ന സമയത്ത് നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. അതിൻ്റെ ഈ കമ്പിയിലേ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക. ഇതിൻ്റെ ഒപ്പം പിടിക്കണം. ഇതിൻ്റെ ഒപ്പം പിടിച്ചിട്ട് നമുക്കൊന്ന് കെട്ടി കൊടുക്കാം. അങ്ങനെ വിടർന്ന് നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. കണ്ടോ, കെട്ടിക്കൊടുത്തു. നമുക്ക് ഈ പൂവിന് വേണ്ടിയിട്ട് ഇതിങ്ങനെ എടുത്തിട്ട്, ഇതിപ്പോൾ ഏത് സൈഡ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. നമുക്ക് നല്ല ഡാർക്ക് യെല്ലോ കളറ് പുറത്തേക്ക് ആക്കുന്ന വിധത്തിൽ എടുക്കാം. കുറച്ചൊരു ഗമ്മ് തേച്ച് കൊടുക്കുക. നമ്മളിവിടെ അങ്ങനെ ഒട്ടിച്ചു കൊടുത്തു. ഇപ്പോൾ റൗണ്ട് ഷേപ്പായി. ഇതിന് നമുക്ക് ഇങ്ങനെ ഒരു മടക്കും, ഇങ്ങനെ ഒരു മടക്കും. നമ്മൾ ആ ഞെട്ടിക്ക് കട്ട് ചെയ്ത പോലെ തന്നെ ഇങ്ങോട്ടും ചരിച്ചിട്ടൊരു കട്ട് ചെയ്യൽ, ഇങ്ങോട്ടും ചരിച്ചിട്ട്. ഇതിനെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ വെച്ചിട്ട് ഒന്ന് കെട്ടി കൊടുക്കുക. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഒന്നിങ്ങനെ പരത്തിയിട്ട് ഇത് വെച്ചിട്ട് ഇങ്ങനെ വളച്ചൊന്ന് കൊടുക്കുക. കണ്ടോ, നല്ല ഭംഗിയുണ്ട് കേട്ടോ ഫ്ലവർ കാണാൻ. ഇതേപോലെ തന്നെ ഇതും ചെയ്യാം. ഒരു വിരലുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ചിട്ടൊന്ന് വിടർത്തി കൊടുക്കുക. ഇപ്പോൾ ഫ്ലവറായി. നമ്മളിത് കട്ട് ചെയ്ത് വെച്ച ഈ ഞെട്ടിന് കൊടുക്കാനുള്ളത് കുറച്ച് പശ ഇങ്ങനെ തേച്ച് കൊടുത്തിട്ട് ഇതിൽ വെച്ച് കൊടുക്കും. കണ്ടോ, അങ്ങനെ
ഇനി ഗ്രീൻ ടാപ്പ് ചുറ്റി കൊടുക്കുക. ഇത്രയും ഫ്ലവർ ആയിട്ടുണ്ട്. നമുക്കിനി ഇതാ തണ്ടിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം. തണ്ടിലേക്ക് പിടിപ്പിക്കുക. ഇത് ഞാൻ കുറച്ച് ഉണ്ടാക്കി വെച്ചിരുന്ന കേട്ടോ. ഫ്ലവർ ഉണ്ടാക്കാൻ വലിയ ഉഷാറൊന്നുമില്ല. വയനാട്ടിൽ ഓരോ പ്രശ്നങ്ങളൊക്കെ നടന്നത് ഇങ്ങനെ ആലോചിക്കുമ്പോൾ, എൻ്റെ വീട് വയനാടാണ് കേട്ടോ. അവിടെ അമ്മയൊക്കെ സേഫായിട്ടിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമുക്ക് ഒരുപാട് പേര് മരിച്ചതൊക്കെ ആലോചിക്കുമ്പോൾ ഒരു വിഷമം, നല്ല വിഷമമുണ്ട്. അപ്പം നമുക്ക് അവർക്കൊക്കെ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക, അല്ലാതെ ഇപ്പം എന്താ ചെയ്യുക. പിന്നെ ഇവിടെ ഞങ്ങൾക്കും കുറച്ച് വെള്ളമൊക്കെ ഇവിടെ കുറച്ച് കയറിയിരുന്നു കേട്ടോ. ഞങ്ങളിവിടെ ഭാരതപ്പുഴയുടെ അടുത്താണ്, പക്ഷെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഈ കാണുന്നവരെല്ലാവരും സേഫായിട്ട് ഇരിക്കേണ്ടതെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സേഫായിട്ട് ഇരിക്കുക. ഇതെല്ലാം കൂടി ഇങ്ങനെ കുറേ വിട്ട് വയ്ക്കണമെങ്കിൽ വിട്ട് വയ്ക്കുക കേട്ടോ. അടുപ്പിച്ച് വയ്ക്കണമെങ്കിൽ ഇപ്പം ഞാൻ താഴത്തായതുകൊണ്ട് കുറച്ചിങ്ങനെ അടുപ്പിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിങ്ങനെ വിടർത്തിയിട്ട് വയ്ക്കുക. അത് കമ്പിയല്ലേ, എങ്ങനെ വേണമെങ്കിലും വിടർത്തി വയ്ക്കുക. ഞാൻ ഇപ്പോൾ കുറച്ച് തണ്ട് കൂട്ടിയിട്ട് എടുക്കേണ്ടതായിരുന്നു കമ്പി. ഞാൻ എല്ലാം കൂടി ഒറ്റൊന്നിൽ മാത്രം വെച്ചു. പക്ഷെ എന്നാലും മുകളിൽ നിന്ന് ഇങ്ങനെ വിടർന്ന് വന്നിട്ട് താഴെ എത്തുന്ന സമയത്ത് എല്ലാം കൂടി ഇങ്ങനെ കൂടി നിന്നാലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ നമുക്ക് ഇഷ്ടാനുസരണം കണ്ടോ ഇങ്ങനെ വിടർത്തി കൊടുക്കുക, എങ്ങോട്ട് വേണമെങ്കിലും ചെരിക്കാം. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഉണ്ടാക്കി നോക്കുക. കുറേ കൂട്ടത്തിൽ പല കളറും ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല രസമുണ്ടാകും കാണാൻ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ചാനൽ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. താങ്ക് യു.